ഗുഡ് മോർണിംഗ് മൈ ഡിയർ ലിറ്റിൽ സ്റ്റാർസ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരാണ് ഞാൻ? നിങ്ങളുടെ മലയാളം ടീച്ചർ ഷബന മാം. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ? പോഷകസമൃദ്ധമായ ഭക്ഷണം നിങ്ങൾ കഴിക്കണേ. എന്നാൽ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിച്ചാലോ? നിങ്ങളെല്ലാവരും റെഡിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ മാം വന്നപ്പോൾ ഒരു പാട്ട് പഠിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ പാട്ടൊന്ന് മാമിനെ പാടി കേൾപ്പിക്കാമോ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പാടിക്കോളൂ. മഴ 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 വന്നു, മാനത്തുന്നൊരു മഴ വന്നു. മഴ 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 വന്നു, മാനത്തുന്നൊരു മഴ വന്നു. മലയുടെ മുകളിൽ തങ്ങാതെ, മാളിക മുകളിൽ തങ്ങാതെ. മലയുടെ മുകളിൽ തങ്ങാതെ, മാളിക മുകളിൽ തങ്ങാതെ. മഴ 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 വന്നു, മാനത്തുന്നൊരു മഴ വന്നു. എല്ലാവരും നന്നായി പാടിയല്ലോ. വെരി ഗുഡ്. ഇന്ന് മാം വന്നിരിക്കുന്നത് മറ്റൊരു പാട്ടുമായിട്ടാണ്. ആരെക്കുറിച്ചുള്ള പാട്ട് കേൾക്കാനാണ് നിങ്ങൾക്കിഷ്ടം? മാം കുറച്ച് ക്ലൂ തരാം. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് നോക്കൂ. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ സാധാരണയായി കാണുന്ന ഒരു വളർത്തുമൃഗമാണ്. കിട്ടിയോ? ഇല്ല അല്ലേ? എൻ്റെ ശരീരം നിറയെ പഞ്ഞി പോലെ മൃദുലമായ രോമങ്ങളുണ്ട്. മാത്രവുമല്ല, എനിക്ക് 2 ഉണ്ട കണ്ണുകളും 4 കാലും 2 ചെവിയും നീളമുള്ള ഒരു വാലുമുണ്ട്. വരുന്നത് പമ്മി പമ്മി പമ്മിയാണ്. ഇനി നിങ്ങൾക്ക് പറയാമോ ഞാൻ ആരാണെന്ന്? ആരാണ് ഞാൻ? അതെ, നിങ്ങളുടെ കുഞ്ഞി പൂച്ച. മ്യാവ് മ്യാവ്. എൻ്റെ പാട്ടാണ് നിങ്ങൾ ഇന്നിവിടെ പഠിക്കുവാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? മ്യാവൂ മ്യാവൂ മൂളി നടക്കും കുഞ്ഞിപ്പൂച്ച എനിക്കുണ്ട്. എലിയെ കണ്ടാലോടിക്കുന്ന കുഞ്ഞിപ്പൂച്ച എനിക്കുണ്ട്. തക്കം വന്നാൽ പാൽ കക്കുന്ന കുഞ്ഞിപ്പൂച്ചെ ഓടിക്കോ. വടിയുമെടുത്തെന്നമ്മ വരുന്നു, അടികൊള്ളാതങ്ങോടിക്കോ, അടികൊള്ളാതങ്ങോടിക്കോ. നമുക്ക് ഒന്നുകൂടി പാടി നോക്കിയാലോ? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉറക്കെ പാടണേ. മ്യാവൂ മ്യാവൂ മൂളി നടക്കും കുഞ്ഞിപ്പൂച്ച എനിക്കുണ്ട്. എലിയെ കണ്ടാലോടിക്കുന്ന കുഞ്ഞിപ്പൂച്ച എനിക്കുണ്ട്. തക്കം വന്നാൽ പാൽ കക്കുന്ന കുഞ്ഞിപ്പൂച്ചെ ഓടിക്കോ. വടിയുമെടുത്തെന്നമ്മ വരുന്നു, അടികൊള്ളാതങ്ങോടിക്കോ, അടികൊള്ളാതങ്ങോടിക്കോ. എൻ്റെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എനിക്ക് എത്ര കാലുകളുണ്ടെന്ന്? 1 2 3 4. എൻ്റെ ശരീരം നോക്കൂ. പഞ്ഞി പോലെ മൃദുലമായ രോമങ്ങൾ എനിക്കുണ്ട്. മാത്രവുമല്ല, 2 ഉണ്ട കണ്ണുകളുമുണ്ട്. എനിക്ക് പാല് കുടിക്കാൻ വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് പാല് കുടിക്കാൻ ഇഷ്ടമാണോ? പക്ഷേ എനിക്ക് ആരും പാല് തരില്ല. അതുകൊണ്ടാണ് ഞാൻ തക്കം കിട്ടുമ്പോൾ പമ്മി 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 വന്ന് പാല് കട്ടു കുടിക്കുന്നത്. നിങ്ങളെല്ലാ ദിവസവും പാൽ കുടിക്കണേ. പാല് ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണമാണ്. നമുക്ക് അടുത്തതായി ഈ പാട്ടൊന്ന് നിർത്തി നിർത്തി പാടിയാലോ? മ്യാവൂ മ്യാവൂ മൂളി നടക്കും കുഞ്ഞിപ്പൂച്ച എനിക്കുണ്ട്. പൂച്ച എങ്ങനെയാണ് കരയുന്നത്? മ്യാവ് മ്യാവ്. അമ്മ പൂച്ച കരയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? മ്യാവ്
മ്യാവ്. കുഞ്ഞിപ്പൂച്ച കരയുന്നതോ? മ്യാവ് മ്യാവ്. നിങ്ങൾ കരയുന്നത് പൂച്ച കരയുന്നത് പോലെയാണോ? അല്ല അല്ലേ? നമുക്ക് അടുത്ത ലൈൻ നോക്കാം. എലിയെ കണ്ടാൽ ഓടിക്കുന്ന കുഞ്ഞിപ്പൂച്ച എനിക്കുണ്ട്. നാം എന്തിനാണ് പൂച്ചയെ വീട്ടിൽ വളർത്തുന്നത്? നമ്മുടെ ഉടുപ്പും ഭക്ഷണവും എല്ലാം തിന്നു നശിപ്പിക്കുന്ന എലിയെ ഓടിക്കാനാണ്. അപ്പോൾ എലിയുടെ ശത്രു ആരാണ്? പൂച്ച. എലിയുടെ ശത്രു ആരാണ്? പൂച്ച. നമുക്ക് അടുത്ത ലൈൻ നോക്കാം. തക്കം വന്നാൽ പാൽ കക്കുന്ന കുഞ്ഞിപ്പൂച്ചെ ഓടിക്കോ. പൂച്ചക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്? പാൽ. അടുത്ത ലൈൻ നോക്കാം. വടിയുമെടുത്ത് എന്നമ്മ വരുന്നു, അടികൊള്ളാതെ ഓടിക്കോ. പാൽ കട്ടുകുടിക്കുന്ന പൂച്ചയെ ആരാണ് വടിയുമെടുത്ത് ഓടിക്കുന്നത്? അമ്മ. നമുക്ക് അടുത്തതായി എന്തു പഠിക്കാം? ഒരു പൂച്ചയെ വരക്കാൻ പഠിച്ചാലോ? അതിനായി നമുക്ക് മാജിദ മാമിനെ വിളിക്കാം. ആരാണ് മാജിദ മാം എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചർ. മാജിദ മാം, പ്ലീസ് കം. Good morning, children. I am your Majida ma'am. In today's class, we will be learning how to draw a cat. All of you take your pencil, paper, half of A4 size paper, eraser and get ready for the drawing. Dear children, please follow the instruction. Ma'am പറയുന്നത് step by step ആയി വരയ്ക്കണം. Okay, let's start. Step number 1. ഒരു സർക്കിൾ വരയ്ക്കൂ. Draw a circle. ഈ സർക്കിൾ ചെറുതായിരിക്കണം. Draw. Step number 2. Draw another circle. But a big circle. Step number 3. Take your eraser and rub this part. Now we have the face and body of the cat. Now what is missing? ചെവി ഇല്ലല്ലേ? Step number 4. Let's draw 2 ears. How? Make 2 triangles. Did you draw? Then step number 5. We need 2 eyes for the cat. We need 2 eyes for the cat. Make 2 small circles on the face. Then step number 6 is the nose. All of you touch your nose. Did you touch? നമുക്ക് പൂച്ചയ്ക്ക് ഇനി ഒരു മൂക്ക് വരയ്ക്കാം. ഒരു നീണ്ട മൂക്ക്. Your standing line for the nose. Your standing line for the nose. Then step number 7. നമുക്ക് പൂച്ചയ്ക്കൊരു മീശ വരച്ചാലോ? All of you draw 2 sleeping line to the left side and to the right side on the face of the cat. Did you draw? Then step number 8. നമുക്ക് ഇനി പൂച്ചയ്ക്കൊരു വാല് വരയ്ക്കാം. Draw a tail. ഒരു ചെറിയ ലൈൻ ഇതുപോലെ. Now you look at the board. A cute and beautiful cat. നിങ്ങൾക്ക് ഈ പൂച്ചയെ ഇഷ്ടമായോ? All of you practice at home to draw a cat like this. Okay children, see you next time. Bye bye. മാജിദ മാം വരച്ച ഈ പൂച്ചക്കൊരു പേരിടണ്ടേ നമുക്ക്? എന്തു പേരിടാം? കാത്തു എന്നോ? കാത്തുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു.
ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം ആർക്കാണിഷ്ടം. പൂച്ചയെ പോലെ വേറെയും ചങ്ങാതിമാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ആരാണിത്? തത്ത. നിങ്ങളുടെ വീട്ടിൽ തത്തയുണ്ടോ? നിങ്ങളുടെ തത്ത സംസാരിക്കാറുണ്ടോ? സംസാരിക്കുന്ന ഒരു പക്ഷിയാണ് ഈ തത്ത. സംസാരിക്കുന്ന പക്ഷി ഏത്? തത്ത. സംസാരിക്കുന്ന പക്ഷി തത്ത. നമുക്ക് അടുത്തതായി ആരെ പരിചയപ്പെടാം? ആരാണിത്? മുയൽ. ഈ മുയലിനും പൂച്ചയെ പോലെ പഞ്ഞി പോലെ മൃദുലമായ രോമങ്ങളുണ്ട്. നമുക്ക് അടുത്തതാരെ പരിചയപ്പെടാം? ആരാണിത്? ആട്. നിങ്ങളുടെ വീട്ടിൽ ആടുണ്ടോ? നമുക്ക് വേറൊരു സുഹൃത്തിനെയും കൂടി പരിചയപ്പെടാം. ആരാണത്? പശു. ഈ ആടും പശുവും നമുക്ക് പാൽ തരുന്നു. പാൽ തരുന്ന രണ്ട് മൃഗങ്ങൾ ആട്, പശു. പാൽ തരുന്ന രണ്ട് മൃഗങ്ങൾ ആട്, പശു. പറഞ്ഞു മാം പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യം മറന്നുപോയല്ലോ. ഇനി മാം നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് ആൻസർ പറയാൻ സാധിക്കുമോ എന്ന് നോക്കൂ. പൂച്ച എങ്ങനെയാണ് കരയുന്നത്? എങ്ങനെയാണ്? മ്യാവ് മ്യാവ്. എലിയുടെ ശത്രു ആരാണ്? പൂച്ച. എലിയുടെ ശത്രു ആരാണ്? പൂച്ച. പാൽ കട്ടുകുടിക്കുന്ന പൂച്ചയെ ആരാണ് വടിയുമെടുത്ത് ഓടിക്കുന്നത്? അമ്മ. ആരാണ് ഓടിക്കുന്നത്? അമ്മ. നിങ്ങൾക്ക് പൂച്ചയുടെ പാട്ട് ഇഷ്ടമായോ? ഇന്ന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഒന്ന്, ഈ പൂച്ചയുടെ പാട്ട് പാടി പഠിക്കുകയും ഈ കാത്തുപൂച്ചയെ വരച്ചു നോക്കുകയും വേണം. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.